എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മേഡം 1 വിഷു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ കണ്ടു. അതിനുശേഷം എല്ലാവരും കണി കാണാൻ വേണ്ടി വിളിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 5:30 മണി ആയിട്ടുണ്ട്. നല്ല ഇരുട്ടാണ്. ഓരോരുത്തരെയായി കണി കാണാൻ വിളിച്ചു. അവർ വന്നു, കണിയൊക്കെ കണ്ടു, തൊഴുതു. പിന്നെ ഈ വെട്ടമില്ലാത്തത് സിറ്റൗട്ടിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. നിലവിളക്കിൻ്റെ വെട്ടത്തിൽ കണി കാണാനാണ് ഭംഗി. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. കുറേ നാളായി വിഷുവിനെല്ലാം അച്ഛൻ ജോലി സ്ഥലത്തായിരിക്കും. നമ്മുടെ കൂടെ വിഷുവിന് കാണില്ല. അപ്പോൾ ഈ പ്രാവശ്യം അച്ഛൻ വിഷുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും കൈനീട്ടം തന്നത് അച്ഛനാണ്. ഇതാണ് ഈ വർഷം ഞങ്ങളൊരുക്കിയ വിഷുക്കണി. എല്ലാ വർഷത്തെയും പോലെയും ടീപ്പോയിൽ ന്യൂസ് പേപ്പർ വിരിച്ച് അതിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കൊന്നപ്പൂവ്, പിന്നെ വെറ്റ, പാക്ക്, നാണയം ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഭഗവാന് മാല ചാർത്തിയിട്ടുണ്ട്. കൊന്നപ്പൂ കൊണ്ട് തന്നെ അവിടെ കുറച്ച് പാകമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും കണി കണ്ടു. അച്ഛൻ എല്ലാവർക്കും കൈനീട്ടവും നൽകി. ചേട്ടൻ മാത്രം ഇല്ലായിരുന്നു. ചേട്ടൻ ഇനിയിപ്പോൾ രാവിലെ എത്തത്തേ ഉള്ളൂ. മക്കൾ കണിയൊക്കെ കണ്ടു. അതിനുശേഷം വീണ്ടും കിടക്കാൻ പോയി. ബാക്കിയുള്ളവരെല്ലാം ഹാളിലിരിപ്പുണ്ട്. അന്നേരം അവർക്കൊക്കെ ഞാൻ ചായ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മയ്ക്ക് കട്ടൻ ചായയാണ്, നമുക്കൊക്കെ സാധാരണ പാൽ ചായയാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ്. ഞാനിത് അവർക്ക് കൊണ്ട് കൊടുക്കട്ടെ. ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇത് തയ്യാറെടുപ്പിലാണ്. ഇന്ന് ഇഡലിയാണ്. ഇഡലി സാമ്പാറുമാണ്. വിഷു ആയാലും ഓണം ആയാലും നമ്മുടെ വീട്ടിൽ സദ്യ ഒരുങ്ങുന്ന ദിവസങ്ങളിൽ എന്തായാലും രാവിലെ ഇഡലി ആയിരിക്കും. കാരണം സദ്യക്ക് എന്തായാലും സാമ്പാർ തയ്യാറാക്കും. അപ്പോൾ അതിന് ഇഡലിയാണ് എളുപ്പം. എനിക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും ഇഡലിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇഡലി അടുപ്പിലാക്കി സാമ്പാർ നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മസാല ചേർത്തിട്ടില്ല. ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കണം. സാധാരണ ഞാൻ കുക്കറിലാണ് പെട്ടെന്ന് സാമ്പാർ തയ്യാറാക്കി എടുക്കുന്നത്. ഇന്ന് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ സാമ്പാർ വേണമല്ലോ. അതുകൊണ്ട് ഞാനൊരു കലത്തിലാണ് തയ്യാറാക്കുന്നത്. സാമ്പാർ തയ്യാറായി. പിന്നെ കുറച്ച് ഇഡലി റെഡിയാവാനുണ്ട്. അത് അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ സദ്യയ്ക്ക് വേണ്ടുന്ന കുറേ ഐറ്റംസൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തു. അതിൽ ബീട്രൂട്ട് കിച്ചടിക്കുള്ള ബീട്രൂട്ട് സംഗീത ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാപ്പിയൊക്കെ റെഡിയായി. എല്ലാവരും കാപ്പി കുടിക്കാൻ വന്നു. മക്കൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കിടന്ന് ഉറങ്ങിയിട്ടാണ് എണീക്കുന്നത്. രാവിലെ എണീക്കാറില്ല. കുറച്ച് താമസിച്ചിട്ടേ അവർ എണീക്കുകയുള്ളൂ. അവരെഴുന്നേൽക്കുമ്പോൾ അവർക്ക് കാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിരുന്നു. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കണി വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി എടുത്തുകൊണ്ട് വന്നു. ഇത് ചക്ക നമ്മൾ ഇന്നത്തെ സദ്യയ്ക്ക് തോരൻ തയ്യാറാക്കാനാണ്. സാധാരണ സദ്യയ്ക്ക് ക്യാബേജ് തോരനൊക്കെ അല്ലേ എടുക്കുന്നത്. ഇന്ന് ക്യാബേജ് അല്ല തോരൻ ആക്കി എടുക്കുന്നത്. നമ്മൾ കണി വെച്ച ചക്കയാണ് തോരനാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഫ്രൂട്ട്സ് കൊണ്ട് നല്ലൊരു മിക്സഡ് ഫ്രൂട്ട്സ് പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൽ ഇത് പൂവമ്പഴം എടുക്കുന്നുണ്ട്. പിന്നെ മാമ്പഴ പുളിശ്ശേരിക്കും എടുക്കുന്നുണ്ട്, പായസത്തിനും എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഫ്രൂട്ട്സും എടുക്കുന്നില്ല. പിന്നെ ഈ വെള്ളരിക്ക, കണി വെള്ളരി നമ്മൾ കിച്ചടി തയ്യാറാക്കാൻ എടുക്കുന്നുണ്ട്. അതും അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലുള്ള എല്ലാ ഫ്രൂട്ട്സും നമ്മൾ മിക്സഡ് ഫ്രൂട്ട്സ് പായസത്തിന് എടുക്കുന്നില്ല. കുറച്ച് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ഐറ്റംസ് പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിക്കാം. സദ്യയ്ക്ക് വേണ്ടുന്ന കുറേ കറികളൊക്കെ ആയി. ഇപ്പം പയർ മെഴുക്കുവരട്ടി അടുപ്പത്ത് കിടക്കുകയാണ്. ഓരോ ഐറ്റംസ് ആയിക്കൊണ്ടിരിക്കും തോറും നമ്മുടെ കഴുകാനുള്ള പാത്രങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം കറികളെല്ലാം വെച്ചതിന് ശേഷം മാത്രമേ എല്ലാ പാത്രവും കഴുകി അവിടെ എല്ലാം ഒതുക്കുകയുള്ളൂ. ഇപ്പം പയർ മെഴുക്കുവരട്ടിയാണ് അടുപ്പത്ത് കിടക്കുന്നത്.
ബാക്കിയെല്ലാം ഏകദേശം ആയി. ഇനി അടുത്തത് പായസം തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഞാൻ വിറകടുപ്പിലാണ് പായസത്തിനുള്ള അത് തയ്യാറാക്കുന്നത്. അടുപ്പത്ത് ഉരുളി വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമെല്ലാം വറ്റി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെയൊന്ന് വട്ടം ചുറ്റി എല്ലായിടവും ഒന്ന് നെയ്യ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന സാധനങ്ങളൊന്നും പെട്ടെന്നൊന്നും അടിയിലൊന്നും പിടിക്കില്ല. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ കുറച്ച് നെയ്യ് അതിനകത്ത് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാവ് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഇളക്കിയെടുക്കാം. ഇതൊന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഫ്രൂട്ട്സുകൾ ഓരോന്നോരോന്ന് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ശർക്കരപ്പാവ് നല്ലതുപോലെ തിളച്ച് നല്ല വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൂവൻ പഴം ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഏത്തപ്പഴം ഒരു 3 ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. പൂവൻ പഴം ഒരു പടലയാണ് എടുത്തത്. പിന്നെ ഒരു പൈനാപ്പിൾ, അതും ചെറുതായിട്ട് അരിഞ്ഞത്. മാങ്ങ 2 മാങ്ങ ഇതിൽ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ബാക്കി മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി എടുത്തു. ഇനി 3 ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ ഈ ശർക്കര പാവിലിട്ട് നല്ലതുപോലെ ഇളക്കി നല്ല വരട്ടിയെടുക്കണം. അതുവരെ നമ്മൾ ഇതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കില്ല. ഇനി ഇത് വരട്ടിയെടുത്തതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാലൊക്കെ ചേർക്കുകയുള്ളൂ. അപ്പോൾ ഇതിവിടെ കിടന്ന് വരണ്ട് വരട്ടെ. ഫ്രൂട്ട്സൊക്കെ കുറച്ച് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ കിടന്ന് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ. അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്ക് തീയരിച്ച് ഇത് വരട്ടിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിറകടുപ്പിൽ തന്നെ വെച്ചത്. ഇപ്പം കണ്ടോ നല്ലതുപോലെ വരണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ നല്ല പഞ്ചാമൃതം പോലെയൊക്കെയാണ് നമുക്കത് തോന്നുന്നത്. ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് സ്പൂണൊക്കെ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കാൻ അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൽ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല എങ്കിലും ഇത് ഇങ്ങനെ തന്നെ എടുക്കുമ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 തേങ്ങയുടെ 2ആം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഫുള്ള് ചേർത്ത് നമ്മളതിൽ ഇട്ട് നല്ല തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാം പാലിൽ കിടന്ന് ഫ്രൂട്ട്സൊക്കെ നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 സ്പൂണ് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല കട്ടിയുള്ള മിൽക്ക് മെയ്ഡാണ്, അതുകൊണ്ട് സ്പൂണ് കൊണ്ട് കോരിയാണ് ഇടാൻ പറ്റുന്നത്. സാധാരണ മേടിക്കുന്നത് നമുക്കിത് ടിന്ന് പൊട്ടിച്ചങ്ങ് ഒഴിച്ചാൽ മതി, നല്ല കുറുകുറാന്ന് വീഴും. ഇത് പക്ഷേ ഇത് കട്ടിയുള്ളതായതുകൊണ്ട് ഇങ്ങനെ കോരി ഇടണമായിരുന്നു. ഈ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ പായസത്തിന് ടേസ്റ്റ് ഭയങ്കരമാണ്, അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത്. ഇപ്പം പായസം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. 1ആം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഈ 1ആം പാലും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി, അധികം തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്കത് വാങ്ങിയെടുക്കണം. ഏലക്കപ്പൊടി ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഒരു 1.5 സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇനി ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് അടുപ്പിൽ നിന്നത് തിളയ്ക്കുന്നതിന് മുമ്പ് വാങ്ങി അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഞാനൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു, അതിലേക്ക്
അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും 2 സൈസ് മുന്തിരിങ്ങയുണ്ട്, കറുത്ത മുന്തിരിങ്ങ അല്ലാത്ത മുന്തിരിങ്ങയും ചേർത്ത് അതിനെ ഫ്രൈ ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആ നെയ്യോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കാരണം നമ്മൾ ആദ്യമേ നെയ്യ് ചേർത്തിട്ടുള്ളൂ, പിന്നീട് ഇടയ്ക്ക് നെയ്യൊന്നും ചേർത്തില്ല. അപ്പോഴേ ഈ നെയ്യും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എല്ലാം കൂടെ ഇതിലൊഴിച്ചു കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരിക്കും, അടിപൊളിയായിരിക്കും. അടുത്തതിന് സദ്യക്കുള്ള കറികളെല്ലാം ഓരോ പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാൻ പോവുകയാണ്. കണ്ടോ, ഞാൻ എല്ലാം ഓരോ പാത്രത്തിൽ ഓരോ കറികൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതാകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോയി ഇലയിൽ വിളമ്പാൻ പറ്റും, അതുകൊണ്ടാണ് എല്ലാത്തിലും പകർന്നു വെച്ചിരിക്കുന്നത്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പൈനാപ്പിൾ, മുന്തിരി മധുരപ്പച്ചടി, ബീട്രൂട്ട് കിച്ചടി, വെള്ളരിക്ക കിച്ചടി, പിന്നെ ചക്കത്തോരൻ, ഉഴുന്നുപരിപ്പൊക്കെ ഇട്ടതാണ്, പിന്നെ പരിപ്പ്, സാമ്പാർ, അവിയൽ, മാമ്പഴ പുളിശ്ശേരി, ഓലൻ, പയറ് മെഴുക്കുവരട്ടി, പിന്നെ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട്സ് പായസം, ചോറ്, പിന്നെ ചോറിൻ്റെ കൂടെ പപ്പടം പൊള്ളിച്ചത്. ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ പഴം, ശർക്കര വരട്ടി ഇല്ലാത്തതുകൊണ്ട് ഇതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചിപ്സ്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി സദ്യ വിളമ്പാൻ പോവാണ്. ആദ്യം തന്നെ മക്കളെയും അച്ഛനെയും കൂടാണ് ഇരുത്തി സദ്യ കൊടുത്തത്. പിന്നെ നമുക്ക് ടേബിൾ ചെറുതായതുകൊണ്ട് 4 പേർക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 4 പേരിരുന്നാണ് സദ്യ കഴിച്ചത്. മേശപ്പുറത്ത് എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് അമ്മയ്ക്ക് സദ്യ കഴിക്കാൻ കഴിയില്ല. സുഖമില്ലാത്തത് കൊണ്ട് നടന്നു വന്ന് അവിടെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളൊരു സ്റ്റൂളൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് ഇല ഇട്ടാണ് സദ്യ വിളമ്പി അമ്മയ്ക്ക് കൊടുത്തത്. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഈ വർഷത്തെ വിഷുസദ്യ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.